അതാണ് കല്യാണമൊന്നും ആയിട്ടില്ല, വാക്കുറപ്പിപ്പ്. കല്യാണം പോലെ തന്നെ ഓഡിറ്റോറിയത്തിൽ പുതിയണ്ണിനെയും പുതിയാപ്പിളയും നിർത്തുന്നു, രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു, വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നു, അവർ ചേർന്ന് തോളോട് തോള് ചേർന്ന് നിൽക്കുന്നു, പരസ്പരം ഒരു സംസാരിക്കുന്നു. ഈ സമൂഹത്തിന് എവിടെ നിന്നാണ് ഈ സംസ്കാരം കിട്ടിയത്? ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് രണ്ടുപേരെയും തോളോട് തോളുരുമ്മി നിർത്തിയിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഈ തനിച്ച ഹറാമിന് കൂട്ടുനിൽക്കുന്ന മാതാപിതാക്കൾ കല്യാണം കഴിഞ്ഞ 1 മാസമോ 2 മാസമോ 1 വർഷമോ പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ മകള് എല്ലാം മടക്കി കെട്ടി തൗറാത്തും ഒക്കെ മടക്കി കെട്ടി ഉപ്പയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ അതിൽ അത്ഭുതമില്ല. ആരാണ് കാരണക്കാർ? ഈ തന്തയും തള്ളയുമാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? കല്യാണത്തിന് മുമ്പ് ഹറാമിന് കൂട്ടുനിന്ന ഉപ്പയും ഉമ്മയുമാണ് ഈ മകളുടെ കുടുംബജീവിതം തകർക്കാൻ കാരണം എന്തുകൊണ്ട്? ഹറാമ്, തുടക്കമേ ഹറാം. ഹറാമല്ലെന്ന് ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും? നിങ്ങൾക്ക് ഒരുപാട് ഉസ്താദ്മാരുടെ ഇരിപ്പുണ്ടല്ലോ. നിക്കാഹിന് മുമ്പ് എന്താണ് ഹലാലായത്? വരനിക്ക് പെണ്ണിനെ കാണാം, പെണ്ണിന് വരനെയും കാണാം, പരസ്പരം കണ്ടിഷ്ടപ്പെടാൻ. അത് കഴിഞ്ഞാൽ പിന്നെ അവര് തമ്മിലുള്ള ഒരുമിച്ച് പോക്കും, ഒരുമിച്ചുള്ള നിൽപ്പും സംസാരവും എല്ലാം നിക്കാഹ് കഴിയുന്നത് വരെ തനിച്ച ഹറാമാണ്. ഇന്ന് നിക്കാഹ് കഴിയണ്ട, ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ് രണ്ടുപേരും കൂടി അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ് എടുക്കാൻ. പൊന്നുമോളുടെ വാപ്പയും ഉമ്മയും പറഞ്ഞു വിടുന്നു, പുതുമാരന്റെ കൂടെ ഡ്രസ് എടുക്കാൻ പൊക്കോളൂ, ഇഷ്ടപ്പെട്ട ആഭരണം വാങ്ങാൻ പൊക്കോളൂ. ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് രണ്ടുപേരെയും ചേർത്ത് നിർത്തുമ്പോ ഈ ഹറാമി സമുദായത്തിൽ എവിടെ നിന്ന് വന്ന സഹോദരങ്ങളെ? ഈ കുടുംബജീവിതം അത് ഭദ്രമാകാതിരുന്ന അതിന്റെ ഉത്തരവാദികൾ 2 കൂട്ടരുടെയും മാതാപിതാക്കളാ. ഇന്ന് നിക്കാഹിന് മുമ്പിട്ട് ഇങ്ങനെയൊക്കെ ചിലർ ഫാഷനായി വന്നിരിക്കുകയാണ്. പണമുള്ളവൻ കാട്ടിക്കൂട്ടുന്ന അഹങ്കാരങ്ങൾ ഈ സമുദായത്തിൽ, പണമുള്ളവർ കാട്ടിക്കൂട്ടുന്ന ധൂർത്തുകളും അഹങ്കാരങ്ങൾ ഈ സമുദായത്തിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പള്ളിയിലെ ഉസ്താദ് വെള്ളിയാഴ്ച കയറി പറഞ്ഞാൽ ഉസ്താദ് പൊക്കോ, അടുത്ത ആഴ്ച വേറെ ഉസ്താദ് ഇവിടെ വരും, ഉസ്താദിന്റെ മഹിഷത്ത് തുടങ്ങും, പറഞ്ഞാൽ അതിന് വിലയുമില്ല. സമൂഹത്തിലെ മുതലാളി വർഗം പിന്നെ ഉസ്താദിന്റെ മേൽ വാലെടുക്കും, ഇല്ലേ? നിങ്ങളുടെയൊക്കെ അനുഭവത്തിലുണ്ടാകും. പടച്ചോന്റെ വേണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രിയമുള്ള എന്നെ കേൾക്കുന്ന ഒരൊറ്റ സഹോദരങ്ങളും കല്യാണത്തിന് മുമ്പ് ഇത്തരണത്തിലുള്ള ഹറാമിയത്തിന് നിങ്ങൾ ആരും കൂട്ടു നിൽക്കരുത്. അത് നമ്മുടെ മക്കളുടെ കുടുംബജീവിതത്തെ ബാധിക്കും. അതാണെന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.